അവിശ്വാസിയുടെ കോണിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ? ശ്രമിക്കാറുണ്ട്. കാരണം എൻ്റെ മൂത്തേട്ടൻ അവിശ്വാസിയാണ്. എനിക്ക് അധികം പുറത്തോട്ടൊന്നും അന്വേഷിക്കണ്ടേ, ടേസ്റ്റുകൾ അന്വേഷിച്ച എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. അമ്മ ദൈവം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടെന്ന ഒരാൾ ഈ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി നല്ല പരിപാടിയാണ്. പക്ഷെ അതില് സ്ട്രോങ്ങിൽ വിശ്വസിക്കുന്നുണ്ടോ വെച്ചാൽ ഐ റിയലി ഡൗട്ട്. അമ്മ കൺഫ്യൂസ്ഡ് ഒരു ബീയിങ് ആണ്. അപ്പച്ചൻ വളരെ ആഴത്തിൽ വിശ്വാസത്തിൽ എല്ലാ ദിവസവും കുർബാന ആവുന്ന ഒരാളാണ്. എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ഇതുപോലെ പള്ളിയും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ എൻ്റെ റൂട്ടഡ് ഇൻ ജീസസ് എന്ന പേഴ്സോണയിലാണ്. ഒരു മിറക്കിൾ ചെയ്യുന്ന ദൈവം എനിക്ക് ഭൂമിയിൽ എനിക്ക് ആ മനുഷ്യപുത്രന്റെ ലൈഫ് മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വലിയ സങ്കടങ്ങൾ വന്നപ്പോഴും. അല്ല, പക്ഷെ വളരെ വേദനയുടെ ഒരു ജീവിതമല്ലേ അത്? അങ്ങനെ മിറക്കിൾ, അതുകൊണ്ടല്ലേ അതിന് മിറക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ജീസസിനെ പോലെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരാള് മുമ്പേ ജീവിച്ച് കടന്നു പോയത് കൊണ്ട് നമുക്കത് മാതൃകയാക്കാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതങ്ങൾ കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നു ഞങ്ങളെ ആരും പറ്റിച്ചിട്ടില്ല, ഞാൻ മാത്രം പറ്റിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജീവിതം നമുക്ക് ദുരന്തമായിരിക്കും. നമ്മുടെ ഒരു 10 സുഹൃത്തുക്കൾ പറയണ ഏറ്റവും നമ്മൾ വിശ്വസിക്കുന്ന ഏറ്റവും മിടുക്കനായ ജീവിതം ജീവിക്കുന്നു എന്ന് വരുന്ന ഒരു സുഹൃത്ത് പറയണം, എടാ എന്നെ 5 പേര് പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആണോ, അപ്പൊ നിങ്ങളെയും പറ്റിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അവിടെ നമുക്ക് കിട്ടുന്ന ആശ്വാസമാണ്. അതാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഒരാൾ പറഞ്ഞു വെക്കുകയാണ് ലോകത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട്, നിങ്ങൾ എത്ര നല്ല പ്രഘോഷിച്ചാലും ചിലപ്പോൾ നിങ്ങൾ കല്ലെറിയപ്പെടും. ഇറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഹൗ ദ വേ ഇറ്റ് ഈസ്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ ശ്രമിക്കുന്നിടത്ത് ശത്രു ഇല്ലാണ്ടാവും. ഇപ്പൊ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ലെന്നേ. ഇതൊക്കെ അസാധ്യമായ ഹോംവർക്ക് വേണ്ട പരിപാടിയാണ്. പറയാൻ എളുപ്പമാണ് ശത്രുവിനെ സ്നേഹിക്കുക. ഇപ്പൊ എന്നെ തെറി പറഞ്ഞ ഒരാളെ, എന്നെ പിന്നീന്ന് കുത്തിയ ഒരാളെ അന്നപ്പൊട്ടെ എന്ന് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല ഈ പരിപാടി. പക്ഷെ കോൺസ്റ്റന്റിൽ എഫേർട്ട് ഇട്ട് നമ്മൾ മെല്ലെ, ഞാൻ ഈ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഓരോ വീഡിയോസും ഇങ്ങനെ ഒരു ഇന്റർവ്യൂലൊക്കെ സംസാരിക്കുന്നു. എന്റെ വീഡിയോസ് കണ്ട് ഏറ്റവും നന്നായത് ഞാനാണ്. സീരിയസ്ലി, ഇത് ശരിയാണല്ലോ. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞ വീഡിയോസ് തന്നെ എന്നെ നോക്കി പുച്ഛിക്കും. ഇങ്ങനെ ക്ഷമിക്കടാ, നീയല്ലേ പറഞ്ഞ ക്ഷമിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ് ഐ ഹാവ് ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീങ്. എന്നോട് ഒരാൾ പണ്ട് പറഞ്ഞിട്ട് പോലുണ്ട്, ചേട്ടന് സങ്കടം വന്ന ചേട്ടൻ്റെ വീഡിയോ കണ്ടാൽ പോരെ. നമ്മളത് അന്നൊരു ഹ്യൂമറസ് ആയിട്ട് തന്നെ കണ്ടെങ്കിലും എന്നാലേക്കും ട്രൂ. നമ്മൾ പറഞ്ഞ് നമ്മൾ ഇവഞ്ച്വലി ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെനിക്കത് വലിയൊരു വേദനയായിട്ടൊന്നും തോന്നണമെന്നില്ല. മനുഷ്യർ പറ്റിക്കുന്നേ, മനുഷ്യർ ചതിക്കും. അതില്ലാത്ത ഏതൊരാളുള്ള ഈ ഭൂമിയിൽ. അപ്പൊ നമുക്കത് വലിയൊരു മനുഷ്യൻ അതിലൂടെ കടന്നുപോയി കുരിശിലേറ്റപ്പെട്ട് മരിച്ചുപോയി. ഇതിലും വല്ലതും വരാനില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അതിലൊരു